മക്കളെ, അപ്പം നമ്മുടെ +1 +2 ക്രാഷ് ബാച്ചുകളൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടൊക്കെ ചെയ്തു. പക്ഷേ ഒത്തിരി മക്കൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാച്ച് ലോഞ്ചും ഓറിയൻറ്റേഷനും ഒക്കെ കഴിഞ്ഞ് ചില ആൾക്കാരൊക്കെ ക്രിസ്മസ് വെക്കേഷനിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ മിസ്സായില്ലേ, ടൈം ടേബിളൊക്കെ തെറ്റിയില്ലേ, ഇനി എന്താണ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മക്കൾ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യാണ് ഈ വരുന്ന ഫ്രൈഡേ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ബാച്ചാണ്. അപ്പം ഈ ഒരു ജാനുവരി 2 നമ്മുടെ ന്യൂ ബാച്ചിൽ എൻ്റെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പുതിയ ടൈം ടേബിൾ ഉണ്ടാവും. നിങ്ങൾ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഇപ്പോൾ മിസ്സാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള ക്രാഷ് ബാച്ചിൻ്റെ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. കാരണം കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ മിസ്സായിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതായത് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്, ഇനിയിപ്പോൾ ടൈം ടേബിളിൽ ഓർഡർ ആയിരിക്കില്ല എന്ന് കരുതി നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ഇങ്ങനെ മടിച്ചിരിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മുതൽ തന്നെ കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ കിട്ടുമെന്നുള്ളത് മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. +1 ആയാലും +2 ആയാലും റിവിഷൻ ക്ലാസ് ഉണ്ടാവും. മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. വർക്ക്ഷീറ്റ്, PYQ, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ +1 മക്കളാണെങ്കിൽ +2 ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ ഈ ഒരു ക്രാഷ് ബാച്ച് ഫ്രീ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, ടൈം പോയി എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട. ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാം. ഇനിയും ഒത്തിരി മുന്നോട്ട് പോയതിന് ശേഷം പുതിയ ബാച്ച് തുടങ്ങുമെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. അപ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾ ഒത്തിരി ചാപ്റ്റേഴ്സ് കുറച്ച് സമയം കൊണ്ട് കവർ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ശ്വാസം മുട്ടിപ്പോകും. അതായത് നിങ്ങൾക്ക് എല്ലാം കൂടെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണെങ്കിൽ, അതായത് നമ്മുടെ ക്രാഷ് കോഴ്സിൽ തന്നെ പഠിക്കണം, ഈ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നതെന്നുണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. ഓക്കെ, നമ്മുടെ പുതിയ ക്രാഷ് ബാച്ചിൽ +1 +2 ഈ വരുന്ന ഫ്രൈഡേ തന്നെയാണ് നമ്മുടെ പുതിയ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് നിങ്ങളെ സേഫായിട്ട് തന്നെ നമ്മുടെ ഫസ്റ്റത്തെ ക്രാഷ് ബാച്ചിൻ്റെ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേ കാരണങ്ങൾ കൊണ്ട് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.